ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ചെറുതന ചുണ്ടൻ വിജയിയായി വിവരങ്ങൾ നൽകാൻ ഷാജഹാനുണ്ട്. ഷാജഹാൻ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഏറ്റവും ആവേശകരമായിരുന്നു. ഒടുവിൽ ഇതാ വിജയി ആരാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് ആവേശം? മത്സരത്തിന്റെ സമാപനമാണ്. ഫൈനൽ മത്സരം സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ രാജപ്രമുഖൻ ട്രോഫി പുന്നമട ബോട്ട് കപ്പ് തുടങ്ങിയ ചെറുതന ചുണ്ടൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 2ാം സ്ഥാനം ചമ്പക്കുളവും, 3ാം സ്ഥാനം ആയാപറമ്പ് വലിയ ദിവാൻസിയും കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത്യന്തം ആവേശകരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും നമുക്കറിയാം പണിമുടക്കാണ്. ഈ പണിമുടക്ക് ദിവസത്തിലും ഇത്ര അധികം ആളുകൾ കുട്ടനാട്ടിലെ പമ്പയാറിന്റെ ഇരുകരങ്ങളിൽ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഈ വള്ളംകളിയുടെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു മത്സരമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അതീവ വാശിയേറിയ മത്സരത്തിൽ, ഫൈനൽ മത്സരത്തിൽ ചെറുതന ചുണ്ടൻ വിജയികളായിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫിയും അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിയും ഒക്കെ തന്നെ കരസ്ഥമാക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് കപ്പ് തുടങ്ങിയ ചെറുതന ചുണ്ടൻ തന്നെയാണ് ഇത്തവണയും. ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം അത്രമേൽ ആവേശകരമാണ്. കാരണം ഈ ചെറുതുന ചുണ്ടൻ ഇപ്പോൾ വിജയിയായിട്ടുണ്ട്. ആ ട്രോഫിയൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആവേശകരമായി തന്നെയാണ് അവിടെ ഈ വള്ളം കളിയിൽ മത്സരിച്ചവർ ഒക്കെ നിൽക്കുന്നത്. ഷാജഹാൻ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഷാജഹാൻ, ആകെ മൊത്തം ആവേശമാണല്ലോ. തീർച്ചയായിട്ടും അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നത്. അതിന്റെ മത്സരത്തിന്റെ വിജയികൾക്ക് ഇപ്പോൾ ട്രോഫികൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിന്റെ ആവേശം എത്രത്തോളം നമ്മൾ ഈ പമ്പയാറിന്റെ ഇരുകരകളിൽ നിന്ന് ജനങ്ങൾ അത് ഏറ്റുവാങ്ങിയതാണ്. നമുക്കറിയാം ഇന്നൊരു പൊതു പണിമുടക്കായിരുന്നു. ഈ പൊതു പണിമുടക്കിലും ജനങ്ങൾ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ വള്ളംകളിയെ ഏറ്റെടുത്തത് എന്ന് നമുക്ക് കാണേണ്ടതാണ്. കാര്യം അതിൻ്റെ ആവേശം നമുക്കറിയാം. ഇതൊരു അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെങ്കിലും ഇതിൻ്റെ ആവേശം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഈ വള്ളംകളി കുട്ടനാട്ടിൽ എവിടെയാണെങ്കിലും വള്ളംകളി അതിൻ്റെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പൊതുപണിമുടക്കിലും ഇത്രമധികം ആളുകൾ പമ്പയാറിൻ്റെ ഇരുകരകളിലും ചമ്പക്കുളത്ത് പമ്പയാറിൻ്റെ ഇരുകരകളിലും എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണേണ്ടതാണ്. വളരെ ആവേശകരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു ഈ ഫൈനലിൽ കാണാൻ സാധിച്ചത്. അതിലാണ് ചെറുതന ചുണ്ടൻ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട വള്ളങ്ങളുടെയൊക്കെ മത്സരമായിരുന്നു, പിന്നീട് ചെറുവള്ളങ്ങളുടെ മത്സരമായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ആ മത്സരങ്ങളെല്ലാം വിലയിരുത്തി ആകെയുള്ള ഒരു തുകയാണോ ഇപ്പോൾ ഈ ചെറുതന ചുണ്ടനെ വിജയിയായി ഒക്കെ പ്രഖ്യാപിച്ചത്? തീർച്ചയായിട്ടും മൊത്തത്തിൽ 5 ചുണ്ടൽ വള്ളങ്ങളായിരുന്നു ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുത്തത്. ഈ 5 ചുണ്ടൽ വള്ളങ്ങളെയും പിന്തള്ളിക്കൊണ്ടാണ് ചെറുതന ചുണ്ടൻ ഇപ്പോൾ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത്. ആദ്യ ഹീറ്റ്സിൽ 3 മത്സരങ്ങളാണ് നടന്നത്. ഈ 3 മത്സരങ്ങളിൽ നിന്നാണ് ചെറുതനയും ചമ്പക്കുളവും വലിയ ദിവാൻജിയും ഒക്കെ തന്നെ ഫൈനലിലെത്തിയത്. ഈ 3 വള്ളങ്ങളിൽ നിന്നാണ് ചെറുതന ചുണ്ടൻ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ആ വള്ളം തുഴഞ്ഞത്. പക്ഷേ ഇവിടെ ചമ്പക്കുളത്ത് അവർ മത്സരിക്കുമ്പോൾ മറ്റു പേരുകളിലാണ് മത്സരിക്കുന്നത് എങ്കിൽ പോലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന ചുണ്ടനാണ് ഇത്തവണ ചമ്പക്കുളത്ത് മൂലം വള്ളംകളിയിൽ വിജയിച്ചിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് നെഹ്റു ട്രോഫിയും അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിയും ഒക്കെ തന്നെ കരസ്ഥമാക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണയും ചമ്പക്കുളത്ത് മൂലം വള്ളംകളിയിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ഷാജഹാൻ, ഇതിപ്പോൾ നോക്കുക, ദൃശ്യങ്ങളിൽ ഒന്നിലധികം ട്രോഫികൾ ഉണ്ടല്ലോ. ഇതെന്താണ്? 1ാം സ്ഥാനം സ്വന്തമാക്കിയവരും 2ാം സ്ഥാനം സ്വന്തമാക്കിയവരും അങ്ങനെയൊക്കെയാണോ? ഒന്നാം സ്ഥാനം കഴിഞ്ഞു. ഇനിയിപ്പോൾ എവർ റോളിംഗ് ട്രോഫി, അപ്പോൾ ഈ ചെറുവള്ളങ്ങൾക്കും മറ്റു വള്ളങ്ങൾക്കുമൊക്കെയുള്ള ട്രോഫികൾ വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഒരു ആവേശ കാഴ്ചകളാണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇന്ന് പൊതു പണിമുടക്കാണ്. സാധാരണഗതിയിൽ ദേശീയപാതകളും അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലുമൊക്കെ തന്നെ ജലങ്ങളില്ലാത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം, ചമ്പക്കുളത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ ഒരു ആവേശമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുട്ടനാടിൻ്റെ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഈ 2-3 പഞ്ചായത്തുകളെ, ചമ്പക്കുളം അടക്കമുള്ള പഞ്ചായത്തുകളെ ഈ പൊതു പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ആ ആവേശം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ മത്സര വള്ളംകളി കാണുന്നതിനായിട്ട് ഇത്രയധികം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത്. അതാണ് ഈ പ്രധാനപ്പെട്ട ജലമേളയ്ക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു മത്സരമാണ് ഈ ചമ്പക്കുളം വള്ളംകളി എന്ന് പറയുന്നത്. അവിടെ ഈ പൊതു പണിമുടക്കൊക്കെ അതൊന്നും ഒരു വിഷയമല്ലേ?
തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതാണ്ട് 40-ലധികം വരുന്ന മത്സര വള്ളംകളികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളി തുടങ്ങുന്നത്. ഇനിയിപ്പോൾ നെഹ്റു ട്രോഫി മത്സരമാണ്. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി മത്സര വള്ളംകളികൾ നടക്കും. ഈ മത്സര വള്ളംകളികളുടെയൊക്കെ തുടക്കമാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഒരു ആവേശം ഇല്ല എങ്കിൽ പോലും ഇത്രയധികം ആവേശമാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയെങ്കിൽ നെഹ്റു ട്രോഫി അടക്കമുള്ള മറ്റ് മത്സര വള്ളംകളികളിൽ എത്രത്തോളം ആവേശമായിരിക്കുമെന്ന് നമുക്കിതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഷാജന, ദൃശ്യങ്ങളിൽ ഈ നീലക്കുപ്പായമൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു വള്ളം ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതെന്താണ് ഈ വിജയിച്ചതിന്റെ ആഘോഷം ആഘോഷിക്കുന്നതാണോ അവിടെ? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ മത്സരത്തിൽ വിജയികളായ ടീമിൻ്റെ വിജയാഘോഷമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ ചെറുതണ ചുണ്ടനിലെ തുഴച്ചിൽക്കാർ തങ്ങളുടെ ആവേശം പങ്കുവയ്ക്കുകയാണ്. ട്രോഫി വള്ളത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത് തന്നെയാണ് കാര്യം. അവരുടെ ആവേശമാണ് പൂർണ്ണമായിട്ടും നമ്മൾ ഈ കാണുന്നത്. കാര്യം അവരുടെ ബദ്ധശത്രുക്കളായിട്ടുള്ള പല ടീമുകളെയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പുറത്താക്കിക്കൊണ്ട് വീണ്ടും ചമ്പക്കുളം വള്ളംകളിയിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ ചെറുതണച്ചുണ്ടൻ. ഈ ആദ്യമൊക്കെ തന്നെ എത്രയും ആത്മവിശ്വാസം തന്നെ ഉണ്ടായിരുന്നു ഈ ചെറുതണച്ചുണ്ടന്. തീർച്ചയായിട്ടും ചെറുതന ചുണ്ടൻ എന്ന് പറയുമ്പോൾ ചുണ്ടൻ വെള്ളത്തിൻ്റെ ഒരു മികവ് മാത്രമല്ല, അതിൽ കളിക്കുന്ന ടീമിൻ്റെ മികവ് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ ഓരോ വർഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരിച്ചാല്, ചെറുതന, നടുഭാഗം, അങ്ങനെ ചമ്പക്കുളം, അങ്ങനെ ഓരോ ചുണ്ടൻ വള്ളങ്ങളിലും അവർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. തങ്ങൾ ഏത് വള്ളത്തിൽ കളിച്ചാലും കപ്പുറപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ആവേശമാണ് ആ കരക്കാരുടെ ഭാഗത്തു നിന്നും പള്ളാത്തുരുത്തിക്കാരുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് ചമ്പക്കുളത്ത് നടന്ന മൂലം വള്ളംകളിയിലും കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നെഹ്റു ട്രോഫിയാണ്. ഇതിൻ്റെ ഇന്നത്തെ ഈ ആവേശവും വാശിയുമൊക്കെ ഇനിയിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പുന്നമടക്കാലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. നെഹ്റു ട്രോഫിയിൽ 2-3 മാസക്കാലത്ത് പരിശീലനത്തിന് ശേഷമായിരിക്കും ഈ വള്ളങ്ങളൊക്കെ തന്നെ നെഹ്റു ട്രോഫി മത്സരത്തിൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പോടുകൂടിയ കപ്പടിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുക.